ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെയിലി അനാലിസിസ് വീഡിയോയിലേക്ക്. സോ നിഫ്റ്റിയുടെ നമുക്ക് ഡെയിലി ക്യാൻഡിൽ ഒന്ന് നോക്കാം. ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് ഫോം ആയിട്ടുള്ളത്. ഇൻസൈഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഉള്ളിലൊരു ക്യാൻഡിൽ ഫോം ആയതാണ് ഇൻസൈഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ഇപ്പോഴും പോസിറ്റീവാണ്. ഇന്ന് ഒരു 150 പോയിന്റ്സ് ഡൗൺ ആയാൽ പോലും നിഫ്റ്റി പോസിറ്റീവാണ്. ഓക്കെ, സോ ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പം നിഫ്റ്റി പോസിറ്റീവാണ്. ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. 3 ദിവസമായിട്ട് സെയിം ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് മുകളിലോട്ടുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. താഴോട്ടുള്ള ഒരു ട്രേഡ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഒരു ഹയർ ലെവലിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എനിക്ക് ബാങ്ക് നിഫ്റ്റിയും പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റി ഇൻസൈഡ് ക്യാൻഡിലല്ല, കുറച്ചൊന്ന് ലോ ആയിട്ടുണ്ട്. ഇൻസൈഡ് ക്യാൻഡിലല്ല, നിഫ്റ്റി പ്യൂർലി ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. ഓക്കെ, സോ ഏതെങ്കിലും ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡിനുള്ള ചാൻസ് ഉണ്ട്. അതൊരു 300 പോയിന്റ്സിൻ്റെ ട്രേഡിനുള്ള ചാൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബിറ്റ് കോയിൻ നോക്കാം. ബിറ്റ് കോയിന് ഒത്തിരി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഡിസംബർ ടൈമിൽ വരച്ചതാണ്. ഈ ടൈമിൽ വരച്ചതാണ്. നമ്മൾ ഇവിടെ ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ ഇതുവരെ എത്താനുള്ള ചാൻസ് മിക്കവാറും അത് എത്തുമെന്നാണ് തോന്നുന്നത്. കാരണം ഒത്തിരി ക്രാഷ് ആവുന്നുണ്ട് ബിറ്റ് കോയിന്. ഓൾമോസ്റ്റ് 50-60% ഓൾ ടൈം ഹൈന്ന് 126 68,000 വരെ ഫോൾ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ഫോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുൾ ബാക്ക് ഉണ്ടായി. എന്നിട്ട് അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് റിവേഴ്സൽ ഉണ്ടായി. പിന്നെ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ പിന്നെ കണ്ടിന്യൂസ് ഫോൾ തന്നെയായിരുന്നു. ഓക്കെ, സോ ഇത് നല്ലൊരു ഫോളിലോട്ടാണ് ഇത് പോകുന്നത്. ഇതൊക്കെ ഉണ്ട്. ഈ ക്യാൻഡിലുണ്ട് ഷാർപ്പ് ഫോളാണ്. ഈ ക്യാൻഡിലൊക്കെ ഷാർപ്പായിട്ടുള്ള ഫോളാണ്. സോ 60,000 സഡൻ ആയിട്ടാണ് ഫോൾ ആവുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഈ ഒരു സപ്പോർട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു റിവേഴ്സൽ വരുമെന്ന് പ്രതീക്ഷിച്ചു. ബട്ട് ഇതും ഫോളായിട്ട് ബിഗ് ക്യാൻഡിലായിട്ട് അത് ഫോളോ ആവുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഗോൾഡും നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഫുൾ ബാക്ക് ഇവിടെ നിന്നുണ്ടായിരുന്നു. നമുക്ക് ഷോർട്ട് ഓൺ ചെയ്ത് 1 hour ചാർട്ടിൽ നോക്കാം. ഇവിടെ ഒരു ഡബ്ല്യു പാറ്റേൺ ഉണ്ടായി ഫോം ആയിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു റെസിസ്റ്റൻസ് സോണിൽ നിന്ന് അവിടെ നിന്ന് സെല്ലിംഗ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഗോൾഡിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഒരു കൺസോൾട്ടേഷൻ പോകാനുള്ള ചാൻസ് ഞാൻ പറയുന്നുണ്ടായിരുന്നു. കൺസോൾട്ടേഷൻ പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. കാരണം താഴെ സപ്പോർട്ട് ഉണ്ട്, മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഒരു 4,500 to 5,000 റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ പോകാനുള്ള ചാൻസ് ഗോൾഡിൽ കാണുന്നുണ്ട്. സിൽവർ പിന്നെയും ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. ഈ ഒരു ബിഗ് ക്യാൻഡിൽ കണ്ടോ. സിൽവർ ഇന്നലെ പറഞ്ഞു, സിൽവർ ഒരു പോസിറ്റീവ് മൂവ്മെന്റ്. ഗോൾഡ് കുറച്ചും കൂടെ പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ സിൽവർ റീട്രേസ്മെന്റ് അധികം വന്നിട്ടില്ല, ഒരു 20% പോലും വന്നിട്ടില്ല. സോ ഒരു ഫർദർ ബ്രേക്ക് ഡൗൺ ഉള്ള ചാൻസ് കാണുന്നുണ്ട്. ഇതിന്റെ താഴെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. 70 താഴെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ പിന്നെയും പഴയതുപോലെ തന്നെ 60-50 ആ റേഞ്ചിൽ പോവുകയാണെങ്കിൽ പിന്നെ ഒരു സെയിം പാറ്റേൺ തന്നെ സിൽവർ ഫോളോ ചെയ്യും. ഇയേഴ്സ് ഫോളോ ചെയ്യണ പോലെ തന്നെ. ഓക്കെ, സോ ഇതെല്ലാമാണ് ടെക്നിക്കൽ അനാലിസിസ്. നമുക്ക് ഹീറ്റ് മാപ്പ് ഒന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റും നെഗറ്റീവ് ആയിരുന്നു. സ്മോൾ ക്യാപ്പ് എല്ലാം നല്ല ഫോൾ ഉണ്ടായിരുന്നു. 1.5 അടുപ്പിച്ചു. ബോർഡർ നിഫ്റ്റി സെക്ടർ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ PSU ബാങ്കും ഹെൽത്ത് കെയർ മാത്രം അപ്പായിരുന്നു. ബാക്കിയുള്ള എല്ലാം ഡൗൺ ആയിരുന്നു. നിഫ്റ്റി മെറ്റൽ 1% മുകളിൽ ഡൗൺ ആയിരുന്നു. നിഫ്റ്റി 50ൽ മേജർ അപ്പ് സ്റ്റോക്സ് ഒക്കെ ട്രെൻഡ് അപ്പായിരുന്നു. മാക്സ് ഹെൽത്തും ടാറ്റ സ്റ്റീലൊക്കെ അപ്പായിരുന്നു. JSW സ്റ്റീലും അപ്പായിരുന്നു. ഭാരതി എയർടെൽ, എറ്റേണൽ, ഹിൻഡാൽകോ ഇതെല്ലാം ഡൗൺ ആയിരുന്നു. നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ ഡിമാർട്ട് അപ്പായിരുന്നു. അഡിയൻസോൾ അപ്പായിരുന്നു. IOC അപ്പായിരുന്നു. HAL, ഹിന്ദുസ്ഥാൻ സിങ്ക്, വേദാന്ത ലിമിറ്റഡ് ഇതെല്ലാം ഡൗൺ ആയിരുന്നു. നമുക്ക് മിഡ് ക്യാപ്പ് 150 നോക്കാം. പോളിസി ബസാർ അപ്പായിരുന്നു. ജൂബിലി ഫുഡ് അപ്പായിരുന്നു. നൈക്ക അപ്പായിരുന്നു.
IDBI 5.69 ഡൗൺ ആയിരുന്നു. HGXT 7.68 ഡൗൺ ആയിരുന്നു. TI India 9% അടുപ്പിച്ച് ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ദേവ്യാനി 7.78, സഫയർ, അബ്രൽ ഇതെല്ലാം അപ്പായിരുന്നു. JSW സിമെന്റും അപ്പായിരുന്നു. താഴോട്ട് നോക്കാൻ ഡൗൺ സ്റ്റോക്സ് ആണ് റിലയൻസ് ഇൻഫ്ര, റെഡിംഗ്ടൺ, DB റിയാലിറ്റി, JP പവർ ഇതെല്ലാം ഡൗൺ ആയിരുന്നു. സോ മോസ്റ്റ്ലി ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ആയിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞില്ല, നിഫ്റ്റി എനിക്കൊരു പോസിറ്റീവ് ലെവലിൽ ഹയർ ലെവലിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എനിക്കിത് പോസിറ്റീവ് ആയിട്ട് തോന്നുന്നു. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഗ്യാപ് ഡൗൺ ഇത് ഫില്ല് ചെയ്യാൻ പാടില്ല. ഫില്ല് ചെയ്താൽ ഇതുവരെ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഒരു നമ്മൾ ഈ ന്യൂസിനൊരു ഇമ്പോർട്ടൻസ് ഇല്ലാണ്ടാവും. സോ ഇവിടെ നിന്ന് തന്നെ ഒരു ബ്രേക്ക് ഔട്ട് തരാണെങ്കിൽ അത് നല്ലതായിരുന്നു. ഓക്കെ, 26,000 മുകളിലോട്ട്. ഓക്കെ, നാളെ ഫ്രൈഡേ ആണ്. ഫ്രൈഡേ മോസ്റ്റ്ലി ട്രെൻഡിങ് ഉണ്ടാവാറുണ്ട്. 3 ദിവസം ഇതായതുകൊണ്ട് ഫ്രൈഡേ ഒരു ട്രെൻഡിങ് ഉണ്ടാവാറുണ്ട്. അത് ട്രെൻഡിങ് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ 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 ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നാളത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.